നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും സ്വാഗതം. ജീവിതത്തിന്റെ തിരക്കിൽ ഓരോ മുഖവും പുഞ്ചിരിക്കുന്നതുപോലെ തോന്നാമെങ്കിലും ആഴത്തിൽ ശ്രദ്ധിച്ചാൽ പലരുടെയും ഉള്ളിൽ അശാന്തിയുടെ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നുണ്ടാകും. റോഡിൽ നടക്കുന്നവരും ഓഫീസിൽ ജോലി ചെയ്യുന്നവരും ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരും പുറമേ എല്ലാവരും ശാന്തരെങ്കിലും അവരുടെ മനസ്സിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ചിലർ ഭാവിയിലെ ആശങ്കകളിൽ കുടുങ്ങിക്കിടക്കുന്നു. ചിലർ കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ ഓർമ്മകളിൽ ബന്ധിതരാണ്. ചിലർ താരതമ്യങ്ങളിൽ നീറുന്നു, മറ്റു ചിലർ പരാജയങ്ങളിൽ തകർന്നിരിക്കുന്നു. ദുഃഖകരമെന്നു പറയട്ടെ, ഈ ആന്തരിക സംഘർഷങ്ങൾ നമ്മെ അകമേ നിന്ന് കാർന്നുതിന്നുകയാണ്. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ മനസ്സ് ശാന്തമായി ഇരിക്കുന്നില്ല. ഈ യാഥാർത്ഥ്യത്തെയാണ് ഗൗതമബുദ്ധൻ ഇങ്ങനെ ഓർമ്മിപ്പിച്ചത്: മനസ്സാണ് എല്ലാം. നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുവോ അതുപോലെ നിങ്ങളായിത്തീരുന്നു. ഈ തിരിച്ചറിവാണ് നമ്മുടെ ഏറ്റവും വലിയ സത്യം. നമ്മൾ എപ്പോഴും പുറത്തെ ശാന്തിയാണ് തേടുന്നത്, ഒരു ബന്ധത്തിൽ, ഒരു ജോലിയിൽ, ഒരു നേട്ടത്തിൽ, അല്ലെങ്കിൽ പ്രകൃതിയുടെ ശാന്തമായ ഒരിടത്ത്. എന്നിട്ടും ഒരുതരം ശൂന്യത അനുഭവപ്പെടുന്നു. എന്തുകൊണ്ട്? കാരണം യഥാർത്ഥ പോരാട്ടം പുറത്തല്ല, അത് നമ്മുടെ അകത്താണ്. ഉള്ളിൽ ശാന്തതയില്ലെങ്കിൽ പുറത്തുള്ള ഒന്നിനും നമുക്ക് സമാധാനം നൽകാൻ കഴിയില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ, രാത്രിയിൽ നിങ്ങൾ കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ശരീരം തളർന്നിട്ടും ഉറക്കം വരുന്നില്ല. നിങ്ങളുടെ തലച്ചോറ് നിരന്തരം ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നാളെ എന്ത് സംഭവിക്കും? ജോലി പോകുമോ? ഫലം എന്തായിരിക്കും? എനിക്ക് പണം എവിടെ നിന്ന് കിട്ടും? ആ ചിന്തകൾക്കിടയിൽ ഒരു നേർത്ത ആഗ്രഹം ഉയരും: എന്റെ മനസ്സ് ഒരൽപ്പം ശാന്തമായിരുന്നെങ്കിൽ. നിർഭാഗ്യവശാൽ മനസ്സിന്റെ ആ ബഹളത്തിൽ ആ നേർത്ത ശബ്ദവും അടങ്ങിപ്പോകുന്നു. ഇതാണ് ബുദ്ധൻ വിശദീകരിച്ച നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ. അദ്ദേഹം പറഞ്ഞു, മനസ്സിനെ നിയന്ത്രിക്കുക എന്നത് ഏറ്റവും കഠിനമായ കാര്യമാണ്. എന്നാൽ ആരാണ് അതിനെ കീഴടക്കുന്നത്? അവനാണ് ജീവിതത്തെ ജയിച്ചത്. ഇന്നത്തെ ഈ മത്സരയോട്ടത്തിൽ നമ്മളെല്ലാം പുറമേയുള്ള നേട്ടങ്ങൾക്ക് പിന്നാലെയാണ് ഓടുന്നത്. പുതിയ കാർ, വലിയ വീട്, മികച്ച ജോലി, പേരും പ്രശസ്തിയും. എന്നാൽ യഥാർത്ഥ ഓട്ടം എവിടെയാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ യഥാർത്ഥ മത്സരം നടക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. പുറത്തെ ജനത്തിരക്കിനേക്കാൾ അപകടകരമാണ് അകത്തെ ജനക്കൂട്ടം. ചിന്തകളുടെ തിരക്ക്, ആശങ്കകളുടെ ഇരമ്പൽ, അരക്ഷിതാവസ്ഥയുടെ ബഹളം. കോടീശ്വരൻ പോലും അസ്വസ്ഥനായിരിക്കുന്നതും ഒരു സാധാരണ മനുഷ്യൻ സമാധാനത്തോടെ ജീവിക്കുന്നതും ഇതുകൊണ്ടാണ്. ഗൗതമബുദ്ധന്റെ ജ്ഞാനം ഇവിടെയാണ് ഏറ്റവും വലിയ പ്രകാശമായി തിളങ്ങുന്നത്. മനസ്സിനെ ശാന്തമാക്കാൻ നിങ്ങൾക്ക് ഒരു മാന്ത്രിക വിദ്യയുടെയോ പ്രത്യേക സ്ഥലത്തേക്കുള്ള യാത്രയുടെയോ മറ്റൊരാളുടെ സഹായത്തിന്റെയോ ആവശ്യമില്ലെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ശാന്തി ഇവിടെത്തന്നെയുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ. അതിനെ തിരിച്ചറിഞ്ഞ് ഉണർത്തുക മാത്രമാണ് വേണ്ടത്. പക്ഷേ ദുഃഖകരമെന്നു പറയട്ടെ, ഈ ലളിതമായ സത്യം നമ്മൾ ഗ്രഹിക്കുന്നില്ല. നമ്മൾ എപ്പോഴും കരുതുന്നത്, എന്റെ പ്രശ്നങ്ങളെല്ലാം തീരുമ്പോൾ ഞാൻ ശാന്തനാകും, എന്റെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം നടക്കുമ്പോൾ എനിക്ക് സമാധാനം കിട്ടുമെന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം ഇതാണ്: പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഒന്നു മാറുമ്പോൾ മറ്റൊന്നു വരും. നിങ്ങളിപ്പോൾ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ പഠിപ്പിക്കുന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഒരു പ്രശ്നത്തിൽ നിന്ന് അടുത്തതിലേക്ക് ഓടിക്കൊണ്ടേയിരിക്കും. ഒരു നിമിഷം നിങ്ങൾ ആലോചിക്കൂ, നിങ്ങളുടെ ഈ അശാന്തിക്ക് കാരണമെന്താണ്? പണമാണോ? ബന്ധങ്ങളാണോ? ജോലിയാണോ? അതോ മറ്റെന്തെങ്കിലുമോ? നിങ്ങൾ സത്യസന്ധമായി ഉത്തരം നൽകിയാൽ യഥാർത്ഥ കാരണം ഈ ബാഹ്യവിഷയങ്ങളല്ല, മറിച്ച് അവയോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടാണ് എന്ന് മനസ്സിലാകും. ബുദ്ധൻ പറഞ്ഞത് ശ്രദ്ധിക്കുക: നമ്മുടെ ദുഃഖം പുറമേയുള്ള കാര്യങ്ങളിൽ നിന്നല്ല ഉണ്ടാകുന്നത്, അത് നമ്മുടെ പിടിവാശിയിൽ നിന്നും നമ്മുടെ അമിതമായ ആഗ്രഹങ്ങളിൽ നിന്നുമാണ്. ഒരു ഉദാഹരണം നോക്കാം. നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങളോട് പറയാതെ ഒരു പാർട്ടി സംഘടിപ്പിച്ചു എന്ന് കരുതുക. നിങ്ങളുടെ മനസ്സ് കലങ്ങിമറിഞ്ഞു, ദേഷ്യം വന്നു. എന്നെ അവൻ എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന ചിന്തയായിരിക്കും ഉടൻ വരിക. ഇവിടെ ചോദ്യം ഇതാണ്: സുഹൃത്തിന്റെ പാർട്ടിയാണോ നിങ്ങളുടെ ശാന്തത കവർന്നെടുത്തത്? അല്ല, നിങ്ങളുടെ ശാന്തി കവർന്നെടുത്തത് നിങ്ങളുടെ മനസ്സാണ്, നിങ്ങളുടെ അമിത പ്രതീക്ഷകളാണ്, നിങ്ങളുടെ അഹങ്കാരമാണ്. നിങ്ങൾ ആ ചിന്തയെ വിട്ടുകളഞ്ഞിട്ട് അതവന്റെ ഇഷ്ടമെന്ന് കരുതിയാൽ മനസ്സ് തൽക്ഷണം ശാന്തമാകും. എന്നാൽ നിങ്ങൾ അതിനെ മുറുകെ പിടിച്ചാൽ അകത്തെ ബഹളം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇതുകൊണ്ടാണ് ബുദ്ധൻ വീണ്ടും വീണ്ടും വിട്ടുകളയുക എന്ന് പറയാൻ കാരണം. നിങ്ങൾ എത്രത്തോളം മുറുകെ പിടിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ അശാന്തി വർദ്ധിക്കും. നമ്മുടെ ജീവിതത്തിൽ ചെറിയ നിമിഷങ്ങൾ പോലും എങ്ങനെയാണ് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് എന്ന് ശ്രദ്ധിക്കൂ. രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങിയപ്പോൾ ട്രാഫിക് കണ്ടു, ഉടൻ ദേഷ്യം വന്നു. വരിയിൽ ആരെങ്കിലും മുന്നോട്ട് കയറിപ്പോയി, മനസ്സ് ക്ഷോഭിച്ചു. സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ചിത്രത്തിന് ലൈക്ക് കുറഞ്ഞപ്പോൾ അസ്വസ്ഥത ഉണ്ടായി. ഇതെല്ലാം കേവലം ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. എന്നാൽ ഈ ചെറിയ ചെറിയ സംഭവങ്ങളാണ് ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റായി മാറുന്നത്. അതുകൊണ്ടാണ് ബുദ്ധൻ ഈ അമൂല്യ സന്ദേശം നൽകിയത്: നിങ്ങൾക്ക് ശാന്തി വേണമെങ്കിൽ പുറമേയുള്ള സാഹചര്യങ്ങളെ മാറ്റാൻ ശ്രമിക്കരുത്, നിങ്ങളുടെ ഉള്ളിലെ മനോഭാവത്തെ മാറ്റുക. ഇവിടെ ഒരു ചോദ്യം ഉയരും: എന്തുകൊണ്ടാണ് മനസ്സ് ശാന്തമായി ഇരിക്കാത്തത്? കാരണം നമ്മൾ ഓരോ നിമിഷവും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയിലേക്ക്, അല്ലെങ്കിൽ അതീതകാലത്തെ ഓർമ്മകളിലേക്ക്. വർത്തമാന നിമിഷത്തിൽ ഒതുങ്ങി നിൽക്കാൻ നമ്മൾ പഠിച്ചിട്ടേയില്ല. നാളെ ഞാൻ അത് ചെയ്യും,
മറ്റന്നാൾ ഇത് സംഭവിക്കും, അങ്ങനെ സംഭവിച്ചാൽ. ഇങ്ങനെയുള്ള ചിന്തകളുടെ ഈ ഓട്ടമാണ് നമ്മെ അകത്തുനിന്ന് ശൂന്യമാക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു കുട്ടി കളിക്കുമ്പോൾ എത്രത്തോളം സന്തോഷവാനായിരിക്കും. എന്തുകൊണ്ട്? കാരണം അവൻ ആ നിമിഷത്തിൽ പൂർണ്ണമായും ജീവിക്കുകയാണ്. അവന് നാളെയെക്കുറിച്ച് ചിന്തയില്ല, കഴിഞ്ഞതിനെക്കുറിച്ചുള്ള ഭാരവുമില്ല. എന്നാൽ വലുതാകുമ്പോൾ നമ്മൾ ആ ലാളിത്യം കളഞ്ഞുകുളിക്കുന്നു. നമ്മളെല്ലാം കുട്ടികളെപ്പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ കുട്ടിയുടെ സന്തോഷം പുറത്തുനിന്ന് വരുന്നതല്ല എന്ന് നമ്മൾ മറക്കുന്നു. അത് അവന്റെ മാസ്മരികതയിൽ നിന്നും വർത്തമാനത്തിൽ ജീവിക്കാനുള്ള കഴിവിൽ നിന്നും വരുന്നതാണ്. അതുകൊണ്ടുതന്നെ ഗൗതമബുദ്ധൻ നമ്മെ പഠിപ്പിച്ചതിതാണ്: വർത്തമാനത്തിൽ ജീവിക്കാൻ പഠിക്കൂ. കാരണം കഴിഞ്ഞ കാലം വെറും ഓർമ്മകൾ മാത്രമാണ്, ഭാവിയാകട്ടെ വെറും സങ്കല്പം മാത്രം. യഥാർത്ഥ ജീവിതം ഈ നിമിഷത്തിൽ മാത്രമാണ് നിലനിൽക്കുന്നത്. നിങ്ങൾ ഈ നിമിഷത്തിൽ ജീവിക്കാൻ പഠിച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് താനേ ശാന്തമായിക്കൊള്ളും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് വെറും കേട്ടുമറക്കാനുള്ള വിവരമല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഇത് നിങ്ങൾക്കുള്ള കണ്ണാടിയാണ്, നിങ്ങളുടെ അസ്വസ്ഥതയുടെ യഥാർത്ഥ കാരണം വെളിപ്പെടുത്തുന്ന കണ്ണാടി. നിങ്ങൾ ഈ ആന്തരിക യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്നാൽ നിങ്ങളുടെ മനസ്സിലെ അശാന്തിക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുക. ഓർക്കുക, മനസ്സിന്റെ അസ്വസ്ഥതയ്ക്കുള്ള പരിഹാരം പുറത്തല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ബുദ്ധൻ തന്റെ ജീവിതത്തിലൂടെ ലോകത്തിന് കാണിച്ചുകൊടുത്ത അത്ഭുത സത്യവും ഇതുതന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ യാത്രയ്ക്ക് തുടക്കമിടാം. ഇപ്പോൾ നമ്മൾ അശാന്തിയുടെ വേരുകൾ തൊട്ടറിഞ്ഞിട്ടേയുള്ളൂ. എന്നാൽ ഇനി ഈ മനസ്സിനെ ശാന്തമാക്കാൻ ബുദ്ധൻ നൽകിയ പ്രായോഗികമായ വഴികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പരിശോധിക്കും. ആ വഴികൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പ്രയോഗിച്ച് തൽക്ഷണമാറ്റം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. മനസ്സിന്റെ അസ്വസ്ഥത നമ്മൾ ദിവസവും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്, പക്ഷേ അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. പകൽ സമയത്തെ തിരക്കൊഴിയുമ്പോൾ, രാത്രിയിൽ ലോകം ഉറങ്ങാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലെ ബഹളം തുടങ്ങും. ശരീരം ക്ഷീണിച്ചിട്ടും സുഖമുള്ള കിടക്കയിൽ കിടന്നിട്ടും തലച്ചോറ് ഓട്ടം നിർത്തുന്നില്ല. കണ്ണടച്ചാലും ചിന്തകൾ ഒന്നിനു പിറകെ ഒന്നായി വരും. കഴിഞ്ഞ കാര്യങ്ങൾ, നാളത്തെ പേടി, തീരാത്ത ജോലികൾ, ആരെങ്കിലും പറഞ്ഞ് വിഷമിപ്പിച്ച വാക്കുകൾ, സ്വപ്നങ്ങൾ പൂർത്തിയാകുമോ എന്ന ഭയം. ഇങ്ങനെ ഒരുപാട് ഭാരങ്ങൾ. ഗൗതമബുദ്ധൻ മനസ്സിനെ ഒരു നിയന്ത്രണം വിട്ട കുതിരയോട് ഉപമിച്ചു. അദ്ദേഹം പറഞ്ഞു, കടിഞ്ഞാണില്ലാത്ത കുതിര ഓടിക്കൊണ്ടേയിരിക്കും, ഒടുവിൽ യാത്രികനെ താഴെയിടും. നമ്മുടെ മനസ്സിന്റെ കാര്യവും അതുപോലെയാണ്. പകൽ നമ്മൾ പുറത്തുള്ള പ്രശ്നങ്ങളോട് പോരാടുന്നു. എന്നാൽ ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്നത് രാത്രിയിൽ നമ്മുടെ സ്വന്തം ചിന്തകളോടാണ്. ഈ അസ്വസ്ഥത കാരണം നമുക്ക് സമാധാനമായി ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. ഇത് നമ്മെ എല്ലാ സമയവും തളർത്തുന്നു. ഒന്നാലോചിച്ചു നോക്കൂ, നിങ്ങൾ കിടക്കയിൽ കിടന്ന് സമയം നോക്കിയിരുന്നത് എത്ര തവണയാണ്? രാത്രി 2 മണി, 3 മണി. എന്നിട്ടും മനസ്സ് നിങ്ങളെ ഉറങ്ങാൻ അനുവദിച്ചില്ല. ശരീരം ക്ഷീണിച്ചിട്ടും മനസ്സ് നിങ്ങളെ പിടിച്ചു നിർത്തി. ഇതാണ് മനസ്സിന്റെ അസ്വസ്ഥത. നമ്മൾ സ്വയം നമ്മുടെ ചിന്തകളുടെ തടവുകാരായി മാറിയെന്നതാണ് ഏറ്റവും വലിയ സത്യം. ഗൗതമബുദ്ധൻ ഈ അവസ്ഥ വിശദീകരിച്ചത് ഇങ്ങനെയാണ്: മനസ്സ് എല്ലാ നിമിഷവും ചിന്തകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയാണ്. അത് ഒരിക്കലും നിർത്തുന്നില്ല. നിങ്ങളതിനെ ഇഷ്ടത്തിന് വിട്ടാൽ അത് സ്വാതന്ത്ര്യത്തോടെ ഓടുമൊന്നുകിൽ കഴിഞ്ഞ കാലത്തേക്ക്, അല്ലെങ്കിൽ വരാനിരിക്കുന്നതിലേക്ക്. ഇതാണ് അതിന്റെ ഏറ്റവും വലിയ തന്ത്രം. അതീതത്തിന്റെ ഭാരവും ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളുമാണ് നമ്മെ ബന്ധിച്ചിടുന്ന ചങ്ങലകൾ. കഴിഞ്ഞ കാലത്തിന്റെ ഭാരം ഒരു പഴയ മുറിവിന്റെ വേദന പോലെ നമ്മെ കാർന്നുതിന്നുന്നു. കുട്ടിക്കാലത്തെ ഒരു സംഭവം, തകർന്ന ബന്ധങ്ങൾ, ആരെങ്കിലും പറഞ്ഞ വേദനിപ്പിച്ച വാക്കുകൾ, ഇവയെല്ലാം ഓർമ്മകളായി നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. നമ്മുടെ പ്രശ്നങ്ങൾ എല്ലാം കഴിഞ്ഞുപോയി എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും അവയെ വീണ്ടും ഓർത്ത് ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് ബുദ്ധൻ പറഞ്ഞത്, കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കരുത്, വരാനിരിക്കുന്നതിനെക്കുറിച്ച് പേടിച്ചിരിക്കരുത്, ഈ നിമിഷത്തിൽ മാത്രം ജീവിക്കുക. കാരണം നിങ്ങൾ പഴയ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടന്നാൽ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള നല്ല നിമിഷങ്ങൾ എല്ലാം നഷ്ടമാകും. മറ്റൊരു പ്രശ്നം ഭാവിയിലെ പേടിയാണ്. ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കണ്ട് വിഷമിക്കും. നമ്മൾ സ്വയം ഇങ്ങനെ ചോദിക്കും, അങ്ങനെ സംഭവിച്ചാൽ എന്തു ചെയ്യും? ഞാൻ തോറ്റുപോയാലോ? ആളുകൾ കളിയാക്കിയാലോ? ഈ അങ്ങനെയെങ്കിൽ എന്ന ചിന്തയുടെ ഓട്ടം ഒരിക്കലും തീരുന്നില്ല. ഇതുകൊണ്ടാണ് നമ്മളെപ്പോഴും മനസ്സമാധാനമില്ലാതെ ഇരിക്കുന്നത്. നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ എത്ര പേടിച്ചിരിക്കും എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? തലച്ചോറ് 100 കാര്യങ്ങൾ ചിന്തിക്കും. ഞാൻ വല്ല തെറ്റും പറഞ്ഞാലോ? എന്നെ വേണ്ടെന്ന് വെച്ചാലോ? ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മൾ തോൽവി സമ്മതിക്കും. ഈ അസ്വസ്ഥത കാരണമാണ് നമുക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയാത്തത്. ഈ പ്രശ്നത്തിന് ബുദ്ധൻ ഒരു വഴി പറഞ്ഞു. മനസ്സിലെ അസ്വസ്ഥത മാറണമെങ്കിൽ ചിന്തകൾ എപ്പോഴും വരും എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ചിന്തകൾ വരുന്നത് സാധാരണമാണ്. പ്രശ്നം ചിന്തകളല്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ചിന്തകളിൽ തന്നെ തൂങ്ങിക്കിടക്കുന്നു എന്നതാണ്. നമ്മൾ അവയെ മുറുകെ പിടിച്ചിരിക്കും. ഉദാഹരണത്തിന്, ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചാൽ ആ സംഭവം നമ്മൾ വീണ്ടും വീണ്ടും മനസ്സിൽ കണ്ട് വിഷമിക്കും. ബുദ്ധൻ പറഞ്ഞു, ചിന്തകൾ വന്നും പോകുന്ന മേഘങ്ങൾ പോലെയാണ്. അവയെ കടന്നുപോകാൻ വിടുക, പിടിച്ചു നിർത്തരുത്.
ഒരു ലളിതമായ ഉദാഹരണം നോക്കാം. നിങ്ങൾ റോഡിലൂടെ നടക്കുമ്പോൾ ഒരു വണ്ടി ഹോണടിക്കുന്നു. ആ ശബ്ദം വരുന്നു, ഉടൻ തന്നെ അത് പോകുന്നു. നിങ്ങൾ ആ ശബ്ദത്തെ ഓർത്ത് വിഷമിക്കുന്നില്ലെങ്കിൽ 2 സെക്കൻഡിനുള്ളിൽ നിങ്ങളത് മറന്നുപോകും. എന്നാൽ ആ ശബ്ദം മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നാൽ നിങ്ങളിങ്ങനെ ചിന്തിക്കും, എന്നെ മാത്രം നോക്കി അവൻ എന്തിനാണ് ഹോണടിച്ചത്? എന്നെ അപമാനിച്ചതാണോ? അപ്പോൾ ആ നിമിഷം നിങ്ങളെ അസ്വസ്ഥമാക്കും. ചിന്തകളുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ശബ്ദം പോയിട്ടും നിങ്ങളതിനെ പിടിച്ചു നിർത്തുന്നു. ബുദ്ധൻ ഒരു ആഴമേറിയ സത്യം വെളിപ്പെടുത്തി. നമ്മുടെ സമാധാനമില്ലായ്മ പുറത്തുനിന്ന് വരുന്നതല്ല, മറിച്ച് കാര്യങ്ങളോടുള്ള നമ്മുടെ പിടിവാശിയിൽ നിന്നാണ്. അതായത്, നമ്മെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളെപ്പോലും വിട്ടുകളയാൻ നമുക്ക് കഴിയുന്നില്ല. പഴയ കാര്യങ്ങളുടെ ഭാരത്തിനും ഭാവിയിലെ ആശങ്കകൾക്കും അടിസ്ഥാന കാരണം ഇതുതന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിലും മനസ്സ് നിങ്ങളെ സമാധാനത്തോടെ ഇരിക്കാൻ അനുവദിക്കാത്ത പല അനുഭവങ്ങളുമുണ്ടായിരിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരാളുമായി വഴക്കിട്ടു വന്നാൽ ആ സംസാരം ദിവസം മുഴുവൻ തലച്ചോറിൽ കറങ്ങിക്കൊണ്ടിരിക്കും. നിങ്ങൾ ചിന്തിക്കും, ഞാൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അവൻ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? രാത്രിയിലും ആ ശബ്ദം നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കില്ല. അതല്ലെങ്കിൽ നാളെ ഒരു പ്രധാന പ്രസന്റേഷൻ ഉണ്ടെങ്കിൽ ഇന്നു മുതൽ ഹൃദയം മിടിക്കാൻ തുടങ്ങും, ഉറക്കം നഷ്ടപ്പെടും. ഇതാണ് മനസ്സിന്റെ അസ്വസ്ഥത. ഓട്ടം നിർത്താതിരിക്കുക എന്നതാണ് മനസ്സിന്റെ പ്രകൃതമെന്നും ബുദ്ധൻ ഓർമ്മിപ്പിച്ചു. നിങ്ങൾ മനസ്സിന് ദിശ നൽകുന്നില്ലെങ്കിൽ അത് നിയന്ത്രണമില്ലാതെ സ്വന്തം വഴിക്ക് ഓടിക്കൊണ്ടേയിരിക്കും. ഒറ്റയ്ക്കാക്കിയ ഒരു കുട്ടിയെപ്പോലെ അത് അലഞ്ഞുതിരിഞ്ഞ് ഓടുകയും വീഴുകയും മുറിവേൽക്കുകയും ചെയ്യും. മനസ്സിന്റെ കാര്യവും അതുതന്നെയാണ്. ഇതിന് കൃത്യമായ മാർഗനിർദ്ദേശം വേണം. ഇതിന് അറിവിന്റെ കടിഞ്ഞാൺ ആവശ്യമാണ്. അല്ലെങ്കിൽ ഇത് നിങ്ങളെ ക്ഷീണിപ്പിക്കും, ഭയപ്പെടുത്തും, ഒടുവിൽ തളർത്തിക്കളയും. നമ്മൾ സാധാരണയായി വരുത്തുന്ന ഒരു തെറ്റാണ്, എന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമ്പോൾ ഞാൻ സമാധാനത്തോടെ ഇരിക്കും എന്ന ചിന്ത. എന്നാൽ ഇതൊരു മിഥ്യാധാരണയാണ്. കാരണം പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല. ജീവിതത്തിൽ ഒന്ന് പോകുമ്പോൾ മറ്റൊന്ന് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ബുദ്ധൻ ഈ വാക്യം പറഞ്ഞത്. ശാന്തി എന്നത് പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥയിലല്ല, മറിച്ച് പ്രശ്നങ്ങളെ നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിലാണ്. ഈ ആഴമേറിയ സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ പകുതി അസ്വസ്ഥത ആ നിമിഷം തന്നെ അപ്രത്യക്ഷമാകും. മനസ്സിലെ അസ്വസ്ഥതയുടെ യാഥാർത്ഥ്യമെന്തെന്നാൽ അത് നമ്മുടെ ചിന്തിക്കുന്ന രീതിയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും അതീതത്തിന്റെ ഭാരവും നമ്മെ എല്ലാ നിമിഷവും വലിച്ചിഴച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് പ്രധാന ചോദ്യം ഉയരുന്നത്. മനസ്സ് ചിന്തകൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണെങ്കിൽ, അത് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ എങ്ങനെയാണ് ശാന്തമാക്കാൻ കഴിയുക? മനസ്സിനെ ശാന്തമാക്കാൻ ബുദ്ധൻ വളരെ ലളിതവും എന്നാൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതുമായ ചില വഴികൾ പറഞ്ഞുതന്നു. നമ്മൾ അവയെ പിന്തുടർന്നാൽ നമ്മൾ തേടുന്ന സമാധാനം നമുക്ക് കിട്ടും. ആളുകൾ എപ്പോഴും പറയും, അവർക്ക് സമാധാനം വേണം, മനസ്സിലെ ഭാരം കുറയ്ക്കണം. പക്ഷെ സത്യമെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഇന്നിൽ ജീവിക്കുന്നില്ല എന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളൊരു ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് മറ്റെങ്ങോട്ടോ ഓടിപ്പോകുന്നത് എത്ര തവണ സംഭവിച്ചിട്ടുണ്ട്? ഭക്ഷണം മുന്നിലിരിക്കുന്നു, പക്ഷേ ഓഫീസിലെ കാര്യങ്ങൾ, പണത്തിന്റെ ചിന്ത, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, ഇവയെല്ലാം മനസ്സിൽ കറങ്ങിക്കൊണ്ടിരിക്കും. ഫലമോ? ഭക്ഷണത്തിന് രുചി കിട്ടുന്നില്ല, മനസ്സിന് ശാന്തിയും കിട്ടുന്നില്ല. നമ്മൾ ചെയ്യുന്ന ഈ തെറ്റാണ് ബുദ്ധൻ ചൂണ്ടിക്കാണിച്ചത്. നമ്മൾ ഏതു സമയത്താണോ ഉള്ളത് ആ സമയത്ത് പൂർണ്ണമായി ജീവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം അപൂർണമായി മാറും. ഒന്നാമത്തെ വഴി മൈൻഡ്ഫുൾനെസ് ആണ്. അതിന്റെ അർത്ഥം ഈ നിമിഷത്തെ ഒരു ഭാരവുമില്ലാതെ, ഒരു പേടിയുമില്ലാതെ പൂർണ്ണമായി ജീവിക്കുക. ബുദ്ധൻ ഇത് വളരെ ലളിതമായി പറഞ്ഞു. നീ നടക്കുമ്പോൾ നടക്കുക മാത്രം ചെയ്യുക. നീ ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കുക മാത്രം ചെയ്യുക. നീ ശ്വാസമെടുക്കുമ്പോൾ ശ്വാസം മാത്രം ശ്രദ്ധിക്കുക. എന്നാൽ നമ്മുടെ പ്രശ്നമെന്താണെന്ന് വെച്ചാൽ, നമ്മൾ നടക്കുമ്പോൾ മനസ്സ് ഓടിക്കൊണ്ടിരിക്കും. ഭക്ഷണം കഴിക്കുമ്പോഴാകട്ടെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ശ്വാസമെടുക്കുമ്പോൾ പോലും മറ്റെന്തോ ചിന്തിച്ചിരിക്കും. ഇതാണ് ജീവിതത്തിന്റെ യഥാർത്ഥ സന്തോഷം അറിയാൻ നമ്മെ തടയുന്നത്. ഒന്നോർത്തുനോക്കൂ, നിങ്ങൾ ചെറുപ്പത്തിൽ ആദ്യമായി മഴ നനഞ്ഞ ആ സമയം. അത് എത്ര നല്ല നിമിഷമായിരുന്നു. അന്ന് നാളെയെക്കുറിച്ച് പേടിയോ പഴയ കാര്യങ്ങളുടെ ഓർമ്മയോ ഉണ്ടായിരുന്നില്ല. മഴത്തുള്ളി, മണ്ണിന്റെ മണം, മുഖത്തെ ചിരി, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയം മറക്കാനാവാത്തത് നിങ്ങൾ ആ നിമിഷത്തിൽ പൂർണ്ണമായും ജീവിച്ചതുകൊണ്ടാണ്. എന്നാൽ വലുതാകുമ്പോൾ നമ്മൾ ആ വിദ്യ മറന്നുപോകുന്നു. നമുക്ക് മഴ ആസ്വദിക്കാൻ കഴിയുന്നില്ല, കാരണം നമ്മൾ പേടിക്കുന്നു. ഉടുപ്പ് നനയുമോ? ആളുകൾ എന്തു വിചാരിക്കും? ജോലിക്ക് പോകാൻ വൈകുമോ? ബുദ്ധൻ പറയുന്നു, ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ തെറ്റ്. നമ്മൾ ജീവിതം ജീവിക്കുന്നതിനു പകരം അതിനെ കണക്കുകളായി മാറ്റിവെക്കുന്നു. ഈ കണക്കുകളിൽ നിന്ന് മനസ്സിന് സമാധാനം ഒരിക്കലും കിട്ടില്ല. മൈൻഡ്ഫുൾനെസ് എങ്ങനെയാണ് പരിശീലിക്കേണ്ടത്? ഇത് ബുദ്ധിമുട്ടുള്ള ഒരു വഴിയല്ല. ബുദ്ധൻ പറഞ്ഞു, ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക. രാവിലെ ഉണരുമ്പോൾ ഉടൻ പോയി ഫോൺ എടുക്കരുത്. പകരം കണ്ണുകൾ തുറന്ന് നിങ്ങളുടെ ശ്വാസം അകത്തേക്കും പുറത്തേക്കും പോകുന്നതിൽ മാത്രം ശ്രദ്ധിക്കുക. അല്പനേരം ഇരുന്ന് വായുമൂക്കിലൂടെ എങ്ങനെ അകത്തേക്ക് പോയി പുറത്തുവരുന്നു എന്ന് നോക്കുക. ഇത് വളരെ ലളിതമായ ഒരു പ്രവൃത്തിയാണ്. എങ്കിലും ഇതാണ് മൈൻഡ്ഫുൾനെസ്. ഇതിലൂടെ മനസ്സ് പതിയെ ശാന്തമാകും. നിങ്ങൾ ഓരോ ദിവസവും വെറും 5 മിനിറ്റെങ്കിലും സചേതനരായി ജീവിക്കുകയാണെങ്കിൽ
ഈ 5 മിനിറ്റ് നിങ്ങളുടെ മുഴുവൻ ദിവസത്തിന്റെ ദിശ മാറ്റിയേക്കാം. ഉദാഹരണത്തിന്, നിങ്ങൾ ചായ കുടിക്കുകയാണ് എന്ന് സങ്കൽപ്പിക്കുക. സാധാരണയായി നമ്മൾ ചായ കുടിക്കുമ്പോൾ ഫോൺ നോക്കുകയോ ഭാവി പ്ലാൻ ചെയ്യുകയോ ചെയ്യും. എന്നാൽ നിങ്ങൾ ചായയുടെ രുചി മാത്രം ശ്രദ്ധിക്കുകയാണെങ്കിൽ, അതിന്റെ ചൂട് ചുണ്ടുകളിൽ, അതിന്റെ മണം മൂക്കിൽ, അപ്പോൾ ആ സാധാരണ ചായ പോലും നിങ്ങൾക്ക് ധ്യാനത്തിന്റെ നിമിഷമായി മാറും. ബുദ്ധൻ പറഞ്ഞു, ജീവിതത്തിന്റെ രഹസ്യം ലളിതമായ നിമിഷങ്ങളെ പൂർണ്ണമായി ജീവിക്കുന്നതിലാണ്. മനസ്സിലെ അസ്വസ്ഥത പതിയെ ശാന്തമാകാനുള്ള പ്രധാന താക്കോൽ ഇതാണ്. നമ്മുടെ ജീവിതത്തിലെ മിക്ക പ്രശ്നങ്ങളുമുണ്ടാകുന്നത് നമ്മൾ വർത്തമാന നിമിഷത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞ കാലത്തോ ഭാവിയോ ജീവിക്കുന്നതുകൊണ്ടാണ്. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ വർഷങ്ങളോളം സ്വയം കുറ്റപ്പെടുത്തുന്നു. വഞ്ചിക്കപ്പെട്ടാൽ അത് വീണ്ടും വീണ്ടും ഓർത്ത് സ്വയം ദുഃഖിപ്പിക്കുന്നു. ഒരു സ്വപ്നം പൂർത്തിയാകാത്തതിന്റെ ആശങ്കയിൽ അതെപ്പോൾ നടക്കും എന്ന് ചിന്തിച്ച് മുങ്ങിപ്പോകുന്നു. ബുദ്ധൻ പറയുന്നു, നിങ്ങൾ വർത്തമാന നിമിഷത്തെ മുറുകെ പിടിക്കുന്നതുവരെ ജീവിതത്തിൽ നിന്ന് ശാന്തി അകന്നുതന്നെയിരിക്കും. ഇന്നത്തെ ഈ വേഗതയേറിയ ജീവിതത്തിൽ മൈൻഡ്ഫുൾനെസ്സിനായി മണിക്കൂറുകൾ വേണം എന്ന് നമ്മൾ ചിന്തിക്കുന്നു. എന്നാൽ സചേതനത എല്ലായിടത്തും സാധ്യമാണ്. ഓഫീസിലിരിക്കുമ്പോഴും, ട്രാഫിക്കിൽ കുടുങ്ങുമ്പോഴും, ഭക്ഷണം കഴിക്കുമ്പോഴും, നടക്കുമ്പോഴും, എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് വർത്തമാനത്തിലായിരിക്കാം. നിങ്ങൾ മനസ്സിനെ തടഞ്ഞ് ഇങ്ങനെ പറയേണ്ടതുണ്ട്, നിൽക്കൂ, ഈ നിമിഷത്തെ അനുഭവിച്ചറിയൂ. ഈ ശീലം പതിയെ പതിയെ വളരുമ്പോൾ മനസ്സിന്റെ ഓട്ടം കുറയും. അസ്വസ്ഥത, സമ്മർദ്ദം, ഭയം ഇവയെല്ലാം പതിയെ അലിഞ്ഞുപോവുകയും ഉള്ളിൽ ഒരു ആഴമായ ശാന്തി ജനിക്കുകയും ചെയ്യും. ഗൗതമ ബുദ്ധൻ പഠിപ്പിച്ചത് ഇതാണ്. ജീവിതത്തിലെ യഥാർത്ഥ സ്വാതന്ത്ര്യം പുറം ലോകത്തല്ല, മറിച്ച് സ്വന്തം മനസ്സിനെ വർത്തമാന നിമിഷത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിലാണ്. മനസ്സിനെ ശാന്തമാക്കാനുള്ള ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഉപായം ഇതാണ്. ഒന്നാമത്തെ ഉപായത്തിൽ സചേതനത അഥവാ മൈൻഡ്ഫുൾനെസ് നമ്മെ വർത്തമാന നിമിഷവുമായി ബന്ധിപ്പിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ മനസ്സിനെ പൂർണ്ണമായും ശാന്തമാക്കാൻ ഇതുമാത്രം മതിയാകില്ല. കാരണം പലപ്പോഴും നമ്മൾ വർത്തമാനത്തിൽ ജീവിക്കാത്തതുകൊണ്ടല്ല പ്രശ്നം, മറിച്ച് അതീതത്തിലെ മുറിവുകൾ, ബന്ധങ്ങളിലെ കയ്പുകൾ, ഭാവിയെക്കുറിച്ചുള്ള അമിത പ്രതീക്ഷകൾ എന്നിവ മുറുകെ പിടിച്ചിരിക്കുന്നത് കാരണം നമ്മുടെ മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഇവിടെയാണ് രണ്ടാമത്തെ ഉപായം വരുന്നത്, ത്യാഗം അഥവാ വിട്ടുകളയൽ. ത്യാഗം എന്നാൽ എല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകുക എന്നോ ജീവിത ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുക എന്നോ അല്ല അർത്ഥമാക്കുന്നത്. ത്യാഗം എന്നതിന്റെ യഥാർത്ഥ അർത്ഥം ചുമക്കേണ്ട ആവശ്യമില്ലാത്ത ഭാരങ്ങളെ വിട്ടുകളയുക എന്നതാണ്. ഗൗതമ ബുദ്ധൻ പറഞ്ഞു, മുറുകെ പിടിച്ചിരുന്നാൽ ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങളെ വിട്ടുകളയുന്നതാണ് യഥാർത്ഥ ബുദ്ധി. എന്നാൽ മനുഷ്യന്റെ ഏറ്റവും വലിയ ശീലം പിടിക്കുക എന്നതാണ്. അത് ബന്ധങ്ങളാകട്ടെ, ഓർമ്മകളാകട്ടെ, ആഗ്രഹങ്ങളാകട്ടെ. ഈ പിടിവാശിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേദന നൽകുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ കയ്യിൽ ഒരു കയറുണ്ട്, ആരെങ്കിലും ആ കയർ വലിക്കുന്നു. നിങ്ങൾ കയർ വിട്ടാൽ വേദന അവസാനിക്കും. എന്നാൽ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങളുടെ കൈകൾ പൊട്ടും, രക്തം വരും. ജീവിതത്തിൽ ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. പലപ്പോഴും വിട്ടുകളയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ചികിത്സ. പക്ഷേ നമ്മൾ അതേ വേദനയെ മുറുകെ പിടിച്ചിരിക്കുന്നു. ഒരു ലളിതമായ ഉദാഹരണമെടുക്കാം. ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചു എന്ന് കരുതുക, മോശമായി സംസാരിച്ചു. സംഭവം കഴിഞ്ഞുപോയി, പക്ഷേ നിങ്ങൾ അതിനെ മനസ്സിൽ പിടിച്ചു. ആഴ്ചകളോളവും മാസങ്ങളോളവും, എന്തിനു വർഷങ്ങളോളം പോലും നിങ്ങൾ അതിനെ ഓർത്ത് ദുഃഖിക്കുന്നു. ആരാണോ നിങ്ങളെ വേദനിപ്പിച്ചത് അവർ മുന്നോട്ടു പോയി, പക്ഷേ നിങ്ങൾ അവിടെ തന്നെ കുടുങ്ങിക്കിടന്നു. ഈ പിടിവാശി നിങ്ങളുടെ മനസ്സിലെ സമാധാനം കവർന്നെടുക്കുന്നു. ബുദ്ധൻ ഈ അവസ്ഥയെ ഇങ്ങനെ വിശദീകരിച്ചു: അപമാനത്തെ മുറുകെ പിടിച്ചിരിക്കുന്നത് നിങ്ങൾ വിഷം കുടിച്ചിട്ട് മറ്റേ വ്യക്തി മരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതുപോലെയാണ്. വിട്ടുകളയുക, അപ്പോൾ മാത്രമേ മനസ്സ് ശാന്തമാകൂ. ത്യാഗമെന്നാൽ നിഷേധാത്മകമായ അഥവാ നെഗറ്റീവായ വികാരങ്ങളെ മാത്രമല്ല ഉപേക്ഷിക്കേണ്ടത്, അനാവശ്യമായ ആഗ്രഹങ്ങളെ കൂടിയാണ്. എല്ലാ മനുഷ്യരും കൂടുതൽ പണം, പ്രശസ്തി, സൗകര്യങ്ങൾ എന്നിവ ആഗ്രഹിക്കുന്നു. ആഗ്രഹങ്ങൾ തെറ്റല്ല, പക്ഷേ ഈ ആഗ്രഹങ്ങൾ അവസാനമില്ലാത്തതാകുമ്പോൾ അവ ഭാരമായി മാറും. നിങ്ങൾ രാപ്പകലോടുന്നു, പക്ഷേ ഒരിക്കലും സംതൃപ്തനാകുന്നില്ല. ബുദ്ധൻ വിശദീകരിച്ചു, ആഗ്രഹങ്ങൾ തീ പോലെയാണ്. നിങ്ങൾ എത്രത്തോളം ഇന്ധനം നൽകുന്നുവോ അത്രത്തോളം അത് ആളിക്കെത്തും. എല്ലാം നേടേണ്ട ആവശ്യമില്ല എന്ന തിരിച്ചറിവാണ് പ്രധാനം. ഉള്ളതിനെ അംഗീകരിക്കേണ്ടതും പ്രധാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ശാന്തി നമ്മളിലേക്ക് വരുന്നത്. ബന്ധങ്ങളിലെ പ്രതീക്ഷകൾ കുറയ്ക്കുക എന്നുകൂടി ത്യാഗത്തിന് അർത്ഥമുണ്ട്. പലപ്പോഴും നമ്മൾ മറ്റൊരാൾ എപ്പോഴും നമ്മൾ പറയുന്നതുപോലെ പെരുമാറണം, നമ്മോടൊപ്പം നിൽക്കണം, നമ്മളെപ്പോലെ ചിന്തിക്കണം എന്നൊക്കെ പ്രതീക്ഷിക്കും. അത് നടക്കാതെ വരുമ്പോൾ നമ്മൾ തകർന്നുപോകും. ബുദ്ധൻ പറയുന്നു, പ്രതീക്ഷകളാണ് ദുഃഖത്തിന് കാരണം. നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ ബന്ധങ്ങളിലുള്ള അമിത പ്രതീക്ഷകൾ വിട്ടുകളയാൻ പഠിക്കണം. ഒരിക്കൽ ഒരച്ഛൻ ബുദ്ധന്റെ അടുത്ത് വന്നു. മകൻ തന്റെ വാക്ക് കേൾക്കാത്തതിൽ അയാൾക്ക് വലിയ ദുഃഖമുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ഗുരുവേ, ഞാൻ അവനിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നു, പക്ഷേ അവനെല്ലാം തകർക്കുന്നു. ഞാൻ വിഷമിച്ചു. ബുദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മകനെ സ്നേഹിക്കൂ, പക്ഷേ അവനെ നിങ്ങളുടെ പ്രതീക്ഷയുടെ ചങ്ങലയിൽ കെട്ടിയിടരുത്. അവൻ അവന്റെ വഴിക്കു പോകും. ത്യാഗമെന്നാൽ അവനെ സ്വതന്ത്രനാക്കുക എന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും സമാധാനം കിട്ടും, അവനും. ത്യാഗമെന്നാൽ
മനസ്സിലെ പിടിവാശിയെ വിടുക എന്നുകൂടിയാണ്. നമ്മളിൽ പലരും ചെയ്തുപോയ തെറ്റുകളെ മുറുകെ പിടിച്ചിരിക്കും. ഒരു തെറ്റ് വർഷങ്ങളോളം ഓർത്ത് സ്വയം കുറ്റപ്പെടുത്തും. പക്ഷേ സത്യമെന്തെന്നാൽ പഴയ കാര്യങ്ങളെ പിടിച്ചിരുന്നതുകൊണ്ട് ഭാവി നന്നാവില്ല. ബുദ്ധൻ പറയുന്നു, നിങ്ങൾ വീണുപോയെങ്കിൽ അതിൽ വിഷമിക്കാതെ എഴുന്നേറ്റ് നടക്കാൻ പഠിക്കൂ. തെറ്റുകളെ പാഠങ്ങളാക്കി മാറ്റുക, ബാക്കിയുള്ളത് വിട്ടുകളയുക. ഇതാണ് ത്യാഗം. ത്യാഗം എങ്ങനെ പരിശീലിക്കാം? ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ഭാരമുണ്ടാക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ പഠിക്കുക. ഈ ഭാരം ഒരു ബന്ധമാകാം, ഒരു ശീലമാകാം, പഴയ ഒരോർമ്മയാകാം, അല്ലെങ്കിൽ ഒരു പേടിയാകാം. ഏത് കാര്യമാണ് നിങ്ങൾക്ക് സങ്കടം നൽകുന്നതെന്ന് മനസ്സിലാക്കിയാൽ പതിയെ അതിനെ വിട്ടുകളയാൻ തുടങ്ങുക. വിട്ടുകളയുന്നതിലെ ആദ്യപടി അത് അംഗീകരിക്കുക എന്നതാണ്. ഉദാഹരണത്തിന്, ഒരു ബന്ധം തകർന്നുപോയിയെങ്കിൽ ആദ്യം നിങ്ങൾ അംഗീകരിക്കുക, അതെ, ഞാൻ വിചാരിച്ചതുപോലെയല്ല ഇപ്പോൾ കാര്യങ്ങൾ. എന്നിട്ട് നിങ്ങളോട് തന്നെ പറയുക, ഇതിനെ പിടിച്ചു നിർത്തിയാൽ ഇനി വേദന മാത്രമേ കിട്ടൂ, എനിക്കിതിനെ വിടണം. നിങ്ങൾ മനസ്സുകൊണ്ട് ഇത് അംഗീകരിച്ചാൽ വിട്ടുകളയാൻ എളുപ്പമാകും. ത്യാഗം ഒരിക്കലും ബലഹീനതയല്ല, മറിച്ച് ഏറ്റവും വലിയ ശക്തിയാണ് എന്ന് ബുദ്ധൻ പഠിപ്പിച്ചു. കാരണം വിട്ടുകളയാൻ ധൈര്യം വേണ്ടത് ആത്മവിശ്വാസമുള്ള ആളുകൾക്കാണ്. ഈ ആത്മവിശ്വാസം മനസ്സിന് വലിയ സമാധാനം നൽകും. ജീവിതത്തിൽ ഒന്നും എന്നേക്കുമായി നിലനിൽക്കില്ല എന്ന് ത്യാഗം നമ്മെ പഠിപ്പിക്കുന്നു. ബന്ധങ്ങൾ, സാഹചര്യങ്ങൾ, നമ്മുടെ തോന്നലുകൾ എല്ലാം മാറിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് എല്ലാം ഇന്നത്തെപ്പോലെ എപ്പോഴും ഉണ്ടാകും എന്നാണ്. മാറ്റം വരുമ്പോൾ നമ്മൾ തകർന്നുപോകുന്നു. ബുദ്ധൻ പറയുന്നു, മാറ്റം തന്നെയാണ് ജീവിത നിയമം. അതിനെ അംഗീകരിക്കുക, അതിനെ പോകാൻ അനുവദിക്കുക. ത്യാഗം ഒരു ചിന്ത മാത്രമല്ല, ജീവിതരീതി കൂടിയാണ്. നമ്മെ ദുഃഖിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ വിട്ടുകളയുമ്പോൾ ഉള്ളുകൊണ്ട് ഭാരം കുറഞ്ഞവരായി മാറും. ഈ ലഘുത്വമാണ് ശാന്തിയുടെ യഥാർത്ഥ രുചി. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അനാവശ്യമായ എല്ലാ ഭാരങ്ങളെയും, പഴയ ദേഷ്യങ്ങൾ, തകർന്ന പ്രതീക്ഷകൾ, തീരാത്ത ആഗ്രഹങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്താൽ നിങ്ങളുടെ മനസ്സിൽ എത്ര സ്ഥലം ഒഴിവായി കിട്ടും. ഈ ഒഴിഞ്ഞ സ്ഥലം ശാന്തി കൊണ്ട് നിറയും. ഇത് സ്വീകരിക്കാൻ തുടക്കത്തിൽ ബുദ്ധിമുട്ടായി തോന്നാമെങ്കിലും പതിയെ ഒരു ശീലമായി മാറുമ്പോൾ മനസ്സ് അത്രയധികം ലഘുവും ശാന്തവുമാകും. ജീവിതത്തിലെ യഥാർത്ഥ ഭാരം എന്നത് ജോലി, ഉത്തരവാദിത്തങ്ങൾ, സ്വപ്നങ്ങൾ എന്നിവയുടെ പോരാട്ടം മാത്രമല്ല. യഥാർത്ഥ ഭാരം ഹൃദയത്തിൽ ഒളിപ്പിച്ച ദേഷ്യമാണ്, മനസ്സിൽ വളർത്തുന്ന വെറുപ്പാണ്, മറ്റുള്ളവരോടുള്ള കയ്പുള്ള വികാരങ്ങളാണ്. ഈ ഭാരം നമ്മുടെ ആത്മാവിനെ ക്ഷീണിപ്പിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, പലപ്പോഴും ക്ഷീണം ശരീരത്തിനല്ല, മറിച്ച് ഹൃദയത്തിനും മനസ്സിനുമാണ്. ആരെങ്കിലും നമ്മെ വഞ്ചിച്ചു, ആരെങ്കിലും നമ്മുടെ കഠിനാധ്വാനം അവഗണിച്ചു, ആരെങ്കിലും നമ്മുടെ നന്മയെ കളിയാക്കി ആ മുറിവിനെ നമ്മൾ മുറുകെ പിടിക്കുന്നു. ദേഷ്യം വെച്ചുകൊണ്ട്, പ്രതികാരം ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മനസ്സിൽ വെറുപ്പ് വളർത്തിക്കൊണ്ട് നമ്മൾ ശക്തരാകുകയാണ് എന്ന് ചിന്തിക്കുന്നു. എന്നാൽ സത്യമെന്തെന്നാൽ നമ്മൾ പതിയെ നമ്മുടെ ഉള്ളിലെ ശാന്തിയെ കരിച്ചുകളയുകയാണ്. ഇവിടെയാണ് ഗൗതമബുദ്ധൻ വളരെ ആഴത്തിൽ വിശദീകരിച്ച മൂന്നാമത്തെ ഉപായം വരുന്നത്, കരുണയും സ്നേഹവും. ബുദ്ധൻ പറഞ്ഞു, വെറുപ്പിനെ ഒരിക്കലും വെറുപ്പുകൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല. വെറുപ്പിനെ സ്നേഹം കൊണ്ട് മാത്രമേ ഇല്ലാതാക്കാൻ കഴിയൂ. ഇത് വെറും പുസ്തകങ്ങളിലെ വാക്കുകളല്ല, ഇത് ജീവിതത്തിന്റെ സത്യമാണ്. തീയിനെ തീ കൊണ്ടണയ്ക്കുന്നതിനു പകരം വെള്ളം കൊണ്ട് അണയ്ക്കുന്നതുപോലെ മനസ്സിലെ വെറുപ്പിനെ കരുണയും സ്നേഹവും കൊണ്ട് മാത്രമേ ശാന്തമാക്കാൻ കഴിയൂ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ട് നിങ്ങൾ വർഷങ്ങളോളം ആ വേദന മുറുകെ പിടിച്ചാൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ആരാണ്? മുന്നിലുള്ള ആളല്ല, നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയില്ല. നിങ്ങളുടെ മനസ്സ് ആ രംഗം വീണ്ടും വീണ്ടും ആവർത്തിക്കും. പതിയെ നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജം നശിച്ചുപോകും. എന്നാൽ നിങ്ങളത് വിട്ടുകളഞ്ഞിട്ട് കരുണയോടെ ആ വ്യക്തിയെ നോക്കുകയാണെങ്കിൽ, അവരുടെ സാഹചര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഹൃദയത്തിലെ ഭാരം കുറയും. ഗൗതമബുദ്ധന്റെ ജീവിതത്തിലെ ഒരു സംഭവം വളരെ പ്രസിദ്ധമാണ്. ഒരിക്കൽ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് വഴക്കു പറയുകയും ചീത്ത വിളിക്കുകയും ചെയ്തു. അയാൾക്ക് കഴിയുന്നത്ര അപമാനിച്ചു. പക്ഷേ ബുദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ടേയിരുന്നു. ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. അവർ പറഞ്ഞു, ഭഗവാനെ, അങ്ങ് എന്തുകൊണ്ടാണ് മറുപടി പറയാത്തത്? ഈ വ്യക്തി അങ്ങയെ ഇത്രത്തോളം അപമാനിക്കുകയല്ലേ? ബുദ്ധൻ ശാന്തമായി പറഞ്ഞു, ആരെങ്കിലും നിങ്ങൾക്കൊരു സമ്മാനം നൽകിയിട്ട് നിങ്ങളത് സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് ആരുടെ പക്കലുണ്ടാകും? നൽകിയ വ്യക്തിയുടെ അടുത്തുതന്നെ. അതുപോലെയാണ് ഈ ചീത്തവിളികളും ഈ അപമാനവും. ഞാനിത് സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് അയാളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചുപോകും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നമ്മളും ഇതേ കാഴ്ചപ്പാട് സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എത്രത്തോളം ലഘുവാകും. കരുണ എന്നാൽ തെറ്റുകളെ ശരിവയ്ക്കുക എന്നല്ല അർത്ഥമാക്കുന്നത്, മറിച്ച് നിങ്ങളുടെ മനസ്സിനെ വെറുപ്പിന്റെയും ദേഷ്യത്തിന്റെയും ചങ്ങലകളിൽ നിന്ന് സ്വതന്ത്രമാക്കുക എന്നതാണ്. ദൈനംദിന ജീവിതത്തിലും ഈ കാര്യം വളരെ പ്രധാനമാണ്. കുടുംബത്തിൽ വഴക്കുണ്ടായാൽ, കൂട്ടുകാരനുമായി തെറ്റിദ്ധാരണയുണ്ടായാൽ, അല്ലെങ്കിൽ ഓഫീസിൽ ആരെങ്കിലും നിങ്ങൾക്കെതിരായി സംസാരിച്ചാൽ നമ്മൾ ഉടൻ മനസ്സിൽ വെറുപ്പ് നിറയ്ക്കും. ചിലപ്പോൾ മാസങ്ങളോളം ആ കയ്പ് ചുമന്നുകൊണ്ട് നടക്കും. അതിന്റെ ഫലമെന്താണ്? നമ്മുടെ ചിരി മാഞ്ഞുപോകുന്നു, മുഖത്ത് ടെൻഷൻ വരും, ഹൃദയം എപ്പോഴും ഭാരമുള്ളതായി തോന്നും. എന്നാൽ നമ്മൾ കരുണയെ സ്വീകരിക്കുമ്പോൾ
എല്ലാ മനുഷ്യരും അവരവരുടെ സാഹചര്യങ്ങളുടെ തടവുകാരാണ് എന്ന് മനസ്സിലാക്കാൻ തുടങ്ങും. നമ്മെ വേദനിപ്പിച്ചയാൾ ഒരുപക്ഷെ അകമേ തകർന്നിരിക്കുന്നയാളാകാം. നമ്മെ അപമാനിച്ചയാൾ ഒരുപക്ഷെ സ്വന്തം ജീവിതത്തിലെ പരാജയങ്ങളുമായി പോരാടുന്നയാളാകാം. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദേഷ്യം പതിയെ പതിയെ കരുണയായി മാറും. കരുണയും സ്നേഹവും മറ്റുള്ളവർക്ക് മാത്രമല്ല, സ്വയം വേണ്ടിയും അത്യാവശ്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ തെറ്റുകൾക്ക് സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഞാൻ എന്തിനാണ് തോറ്റത്? ഞാൻ എന്തിനാണ് ഇത്ര ബലഹീനനായത്? എനിക്ക് എന്തുകൊണ്ടാണ് ഈ തെറ്റ് പറ്റിയത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മെ ഉള്ളുകൊണ്ട് തകർക്കുന്നു. ബുദ്ധൻ ചോദിച്ചു, നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമിക്കുന്നില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരോട് എങ്ങനെ സ്നേഹവും ദയയും കാണിക്കും? അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെത്തന്നെ സ്നേഹിക്കണം. നിങ്ങളുടെ തെറ്റുകൾ സമ്മതിക്കുക, അതിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ടു പോകുക. ഇതൊന്ന് ചെയ്തു നോക്കൂ. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കുറച്ചുനേരം കണ്ണടയ്ക്കുക. നിങ്ങളെ വേദനിപ്പിച്ച ആളുകളെക്കുറിച്ച് ചിന്തിക്കുക. അവരുടെ മുഖങ്ങൾ മനസ്സിൽ കൊണ്ടുവന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് പറയുക, ഞാൻ നിങ്ങൾക്ക് ക്ഷമ നൽകുന്നു, നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ. ആദ്യം ഇത് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം, പക്ഷെ പതുക്കെ പതുക്കെ നിങ്ങളുടെ മനസ്സിലെ ഭാരം കുറയും. ഇതാണ് യഥാർത്ഥ സ്നേഹവും കരുണയും. ഇന്നത്തെ കാലത്ത് എല്ലാവരും വേഗം ദേഷ്യപ്പെടുകയും വേദനിക്കുകയും ബന്ധങ്ങൾ മുറിച്ചുമാറ്റുകയും ചെയ്യുന്നു. ഈ സമയത്ത് നമ്മൾ കരുണ കാണിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം താനെ വരും. കരുണ എന്നത് ബലഹീനതയല്ല, അത് ഏറ്റവും വലിയ ശക്തിയാണ്. കാരണം നിങ്ങളുടെ മനസ്സ് സ്നേഹം കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ പുറത്തുള്ള ഒരു പ്രശ്നത്തിനും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. ഗൗതമബുദ്ധൻ പറഞ്ഞു, കരുണ നിറഞ്ഞ മനസ്സ് ഏറ്റവും ഭാരം കുറഞ്ഞതാണ്. വെറുപ്പ് നിങ്ങളെ ബന്ധിക്കുന്നു, പക്ഷെ സ്നേഹം നിങ്ങളെ സ്വതന്ത്രമാക്കുന്നു. മനസ്സ് സ്വതന്ത്രമാകുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ശാന്തമാകുന്നത്. ഓർക്കുക, മനസ്സിലെ ശാന്തി പുറത്തുനിന്ന് വരുന്നതല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നതാണ്. കരുണയാണ് ആ ശാന്തിയുടെ വാതിൽ തുറക്കുന്നത്. അതിനാൽ നിങ്ങളുടെ ജീവിതം ലഘുവും സന്തോഷകരവുമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കരുണയും സ്നേഹവും നിങ്ങളുടെ ശീലമാക്കി മാറ്റുക. മനസ്സ് നിയന്ത്രണം വിട്ടോടുമ്പോൾ കടിഞ്ഞാണില്ലാത്ത 1000 കുതിരകൾ ഓടുന്നതുപോലെ തോന്നും. ചിന്തകളുടെ തിരക്ക് നമ്മെ ഇവിടെയും അവിടെയും വലിച്ചിഴച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഭാവിയുടെ പേടി, ചിലപ്പോൾ അതീതത്തിന്റെ ഓർമ്മകൾ, ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞ വാക്കുകൾ, ചിലപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത സങ്കല്പങ്ങൾ. ഫലമെന്തെന്നാൽ മനസ്സ് ക്ഷീണിക്കുന്നു, അസ്വസ്ഥമാകുന്നു, ശാന്തി എങ്ങോ നഷ്ടപ്പെടുന്നു. രാത്രിയിൽ ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ കണ്ണുകൾ അടച്ചിട്ടും മനസ്സ് തുടർച്ചയായി ഓടുന്നത് നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. ശ്വാസം വേഗത്തിലാകുന്നു, ഉറക്കമില്ലാതാകുന്നു. അത്തരം സമയങ്ങളിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും മനസ്സ് അടങ്ങുന്നില്ല. ഗൗതമബുദ്ധൻ ഈ പ്രശ്നത്തിന് വളരെ ലളിതവും ആഴമേറിയതുമായ ഒരു പരിഹാരം പറഞ്ഞു. 4ാമത്തെ ഉപായം, ശ്വാസത്തിലുള്ള ശ്രദ്ധ. ഈ മാർഗം വളരെ എളുപ്പമാണ്, ആർക്കും എവിടെയും എപ്പോഴും ചെയ്യാൻ കഴിയും. ബുദ്ധൻ പറഞ്ഞു, മനസ്സ് ചിതറുമ്പോൾ അതിനെ തിരികെ കൊണ്ടുവരാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക എന്നതാണ്. കാരണം ശ്വാസമെന്നത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബന്ധിപ്പിക്കുന്ന പാലമാണ്. നിങ്ങളിപ്പോൾ വെറുതെയിരിക്കുകയാണ് എന്ന് കരുതുക. നിങ്ങളുടെ മനസ്സ് അലഞ്ഞു നടക്കുന്നു. ചിലപ്പോൾ ജോലിയുടെ ഓർമ്മ, ചിലപ്പോൾ ദേഷ്യം, ചിലപ്പോൾ നാളത്തെ പേടി. ഇങ്ങനെയിരിക്കെ നിങ്ങൾ വെറും 1 മിനിറ്റ് നേരത്തേക്ക് നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുകയാണെങ്കിൽ വായു അകത്തേക്ക് പോകുന്നത്, പുറത്തേക്ക് വരുന്നത് ഉടൻ തന്നെ മാറ്റം വരും. ഓടിക്കൊണ്ടിരുന്ന മനസ്സ് പതിയെ അവിടെ തന്നെ നിൽക്കും. കൊടുങ്കാറ്റിൽ കപ്പൽ നങ്കൂരമിട്ട് സ്ഥിരമായി നിൽക്കുന്നതുപോലെ ശ്വാസത്തിലുള്ള ശ്രദ്ധ നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തും. ഗൗതമബുദ്ധന്റെ ധ്യാനത്തിന്റെ ആനാപാനസതി അടിസ്ഥാന തത്വം ഇതാണ്. അദ്ദേഹം പറഞ്ഞു, ശ്വാസത്തിൽ ശ്രദ്ധിക്കുന്നവർ ഉള്ളിലേക്ക് നോക്കാനുള്ള വിദ്യ പഠിക്കുന്നു. കാരണം നിങ്ങൾ ശ്വാസം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ ഈ നിമിഷത്തിലേക്ക് തിരികെ വരുന്നു. പഴയ ഭാരമില്ല, ഭാവി പേടിയില്ല. ഈ നിമിഷത്തിന്റെ അനുഭവം മാത്രം. ഇതാണ് മനസ്സിന്റെ യഥാർത്ഥ സമാധാനം. ദിവസവും നമുക്ക് ഈ പരിശീലനം എളുപ്പത്തിൽ ചെയ്യാം. ഉദാഹരണത്തിന്, ഓഫീസിലെ ഒരു മീറ്റിംഗിൽ നിങ്ങളുടെ ബോസ് നിങ്ങളെ ചീത്ത പറഞ്ഞു എന്ന് കരുതുക. നിങ്ങളുടെ മനസ്സിൽ ദേഷ്യവും വിഷമവും നിറഞ്ഞു. നിങ്ങൾ ഉടൻ പ്രതികരിക്കാൻ ആലോചിക്കുന്നു. എന്നാൽ ആ നിമിഷം തന്നെ നിങ്ങൾ വെറും 3 തവണ ആഴത്തിൽ ശ്വാസമെടുത്ത് വായു അകത്തേക്കും പുറത്തേക്കും പോകുന്നത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് തണുക്കും. പ്രതികരിക്കുന്നതിനു പകരം നിങ്ങൾ കൃത്യമായ മറുപടി നൽകും. ഈ മറുപടി എപ്പോഴും വെറും പ്രതികരണത്തേക്കാൾ മികച്ചതായിരിക്കും. അതല്ലെങ്കിൽ വീട്ടിൽ പ്രിയപ്പെട്ടവരുമായി തർക്കമുണ്ടായി എന്ന് ചിന്തിക്കുക. സംസാരത്തിലെ ചൂടുകൂടാൻ തുടങ്ങി. നിങ്ങൾ ആ നിമിഷം ഒരൽപ്പം നിർത്തി ശ്വാസത്തിൽ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ദേഷ്യം കുറയുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. കടുപ്പമുള്ള വാക്കുകൾക്ക് പകരം നിങ്ങൾക്ക് ശാന്തമായ രീതിയിൽ സംസാരിക്കാൻ കഴിയും. ഇതാണ് ശ്വാസത്തിലുള്ള ശ്രദ്ധയുടെ ശക്തി. ബുദ്ധൻ പഠിപ്പിച്ചു, ശ്വാസമാണ് നമ്മുടെ ജീവിതത്തിലെ കണ്ണാടി. മനസ്സിന് സമാധാനമില്ലെങ്കിൽ ശ്വാസം വേഗത്തിലാകും. മനസ്സ് ശാന്തമാണെങ്കിൽ ശ്വാസം സാവധാനത്തിലാകും. നമ്മൾ ദിവസവും കുറച്ചുനേരം ശ്വാസത്തിൽ ശ്രദ്ധിച്ചാൽ മനസ്സിന്റെ സ്വഭാവം പതിയെ മാറിത്തുടങ്ങും. നമ്മൾ ചെറിയ കാര്യങ്ങളിൽ ക്ഷോഭിക്കില്ല. വലിയ പ്രശ്നങ്ങളെപ്പോലും ശാന്തമായ മനസ്സോടെ നേരിടും. അപ്പോൾ ജീവിതഭാരം കുറഞ്ഞതായി തോന്നും. പലരും പറയും, ഞങ്ങൾക്ക് ധ്യാനിക്കാൻ കഴിയുന്നില്ല, മനസ്സ് ഒരുപാട് അലഞ്ഞു നടക്കുന്നു.
എന്നാൽ ബുദ്ധൻ വിശദീകരിച്ചത് ഇതാണ്: അലയുന്നത് ഒരു തെറ്റല്ല. എല്ലാ തവണയും മനസ്സലയുമ്പോൾ നിങ്ങളതിനെ തിരികെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത് തന്നെയാണ് യഥാർത്ഥ പരിശീലനം. ഈ ആവർത്തിച്ചുള്ള തിരിച്ചുവരവാണ് മനസ്സിന് പരിശീലനം നൽകുന്നത്. ഇന്നത്തെ ഈ തിരക്കിട്ട ലോകത്ത് നോട്ടിഫിക്കേഷനുകളും മൊബൈൽ ശബ്ദങ്ങളും ബഹളങ്ങളും നമ്മെ ശല്യപ്പെടുത്തുന്ന ഈ സാഹചര്യത്തിൽ ശ്വാസത്തിലുള്ള ശ്രദ്ധ ഒരു വരദാനം പോലെയാണ്. ഇത് നമ്മെ ഡിജിറ്റൽ ബഹളങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി ഉള്ളിലെ ശാന്തിയുമായി ബന്ധിപ്പിക്കുന്നു. സ്വന്തം ശ്വാസത്തെ നിരീക്ഷിക്കുന്നവർ തങ്ങളുടെ ജീവിതത്തെയാണ് തിരിച്ചറിയുന്നത് എന്നായിരുന്നു ബുദ്ധന്റെ മൊഴി. ഈ ചെറിയ പരിശീലനത്തിലൂടെ നമ്മൾ നമ്മുടെ ഉള്ളിലെ ആഴങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങും. നമ്മുടെ സംവേദനങ്ങൾ, വികാരങ്ങൾ, ചിന്തകൾ എന്നിവ വ്യക്തമായി കാണാൻ കഴിയും. നമ്മൾ സ്വയം വ്യക്തമായി കാണുമ്പോൾ മറ്റുള്ളവരെയും കരുണയോടും സ്നേഹത്തോടും കാണാൻ കഴിയും. നിങ്ങൾക്കും ഇന്നുമുതൽ ഈ പരിശീലനം തുടങ്ങാം. രാവിലെ ഉണർന്ന് വെറും 5 മിനിറ്റ് കണ്ണടച്ചിരുന്ന് നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. തുടക്കത്തിൽ മനസ്സലയും, പക്ഷേ ക്ഷമയോടെ ഇരിക്കുക. പതിയെ പതിയെ ഈ പരിശീലനം നിങ്ങൾക്ക് ഏറ്റവും വലിയ താങ്ങായി മാറും. ദിവസം മുഴുവൻ എപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സ് നിയന്ത്രണം വിട്ട് ഓടുന്നുവോ, സമ്മർദ്ദം വർദ്ധിക്കുന്നുവോ, അല്ലെങ്കിൽ അസ്വസ്ഥത അനുഭവപ്പെടുന്നുവോ, അപ്പോൾ തന്നെ 2 ആഴത്തിലുള്ള ശ്വാസമെടുക്കുക. നിങ്ങളുടെ ശ്രദ്ധ അതിൽ ഉറപ്പിക്കുക. നിങ്ങൾക്ക് ഉടൻ തന്നെ ഒരു ശാന്തമായ അനുഭവമുണ്ടാകും. നിങ്ങളുടെ ഉള്ളിൽ ഒരു ശാന്തമായ തടാകമുണ്ട് എന്നും പുറത്തെ കൊടുങ്കാറ്റൊന്നും അതിനെ സ്പർശിക്കുന്നില്ല എന്നും നിങ്ങൾക്ക് തോന്നിത്തുടങ്ങും. മനസ്സിനെ ശാന്തമാക്കാനുള്ള ഈ 4ാമത്തെ ഉപായം കേവലം ധ്യാനത്തിന്റെ ഒരു പരിശീലനം മാത്രമല്ല, അതൊരു ജീവിതരീതി തന്നെയാണ്. ഇത് ഏത് സാഹചര്യത്തിലും സന്തുലനം നിലനിർത്താൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. സന്തുലനം വരുമ്പോൾ നമ്മുടെ ജീവിതം മനോഹരമായി മാറും. മനുഷ്യന്റെ തലച്ചോറ് തുടർച്ചയായി ചിന്തകളുണ്ടാക്കുന്നു എന്ന് മനഃശാസ്ത്രം പറയുന്നു. ഒരു ഗവേഷണ റിപ്പോർട്ടനുസരിച്ച് ഓരോ മനുഷ്യനും ദിവസം ഏകദേശം 60,000 മുതൽ 70,000 വരെ ചിന്തകൾ ചിന്തിക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇത്രയും ചിന്തകളുടെ ഭാരം നിർത്താതെ പ്രവർത്തിച്ചാൽ അസ്വസ്ഥതയും സമ്മർദ്ദവും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇപ്പോൾ ചോദ്യം വരുന്നത് ഇവയെ എങ്ങനെ നിയന്ത്രിക്കും എന്നതാണ്. ഇവിടെയാണ് ധ്യാനം സഹായത്തിനെത്തുന്നത്. ശാസ്ത്രീയ ഗവേഷണങ്ങൾ വീണ്ടും വീണ്ടും തെളിയിച്ചിട്ടുള്ളത് എന്തെന്നാൽ, ധ്യാനം ചെയ്യുന്നതിലൂടെ സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവ വളരെയധികം കുറയ്ക്കാൻ കഴിയും. ഹാർവാർഡ്, MIT പോലുള്ള പ്രശസ്ത യൂണിവേഴ്സിറ്റികളിൽ നടത്തിയ പരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് വെറും 8 ആഴ്ചത്തെ ധ്യാന പരിശീലനം കൊണ്ട് മനുഷ്യന്റെ തലച്ചോറിന്റെ ഘടനയിൽ പോലും മാറ്റം വരുത്താൻ കഴിയും എന്നാണ്. തലച്ചോറിലെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമായ അമിഗ്ഡലയുടെ അമിത പ്രവർത്തനം കുറയുന്നു. അതേസമയം തീരുമാനങ്ങളെടുക്കുന്നതിനും സന്തുലനം നിലനിർത്തുന്നതിനും സഹായിക്കുന്ന പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന്റെ സജീവത കൂടുന്നു. അതായത്, ധ്യാനമെന്നത് മനസ്സിനെ ശാന്തമാക്കാനുള്ള ഒരു കല മാത്രമല്ല, തലച്ചോറിനെ ശാസ്ത്രീയമായി റിവയർ ചെയ്യാനുള്ള ഒരു മാർഗം കൂടിയാണ്. ഗൗതമബുദ്ധൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്, ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ചിന്തകളെ മേഘങ്ങളെപ്പോലെ കടന്നുപോകാൻ അനുവദിക്കുക എന്നാണല്ലോ. ഇതേ കാര്യം തന്നെയാണ് ഇന്ന് ന്യൂറോ സയൻസും അംഗീകരിക്കുന്നത്. നിങ്ങൾ ശ്വാസത്തിൽ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ വേവുകൾക്ക് മാറ്റം വരുന്നു. സാധാരണ അവസ്ഥയിൽ നമ്മുടെ തലച്ചോറ് ബീറ്റാ വേവുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ചിന്തകളുമായും ടെൻഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ നമ്മൾ ധ്യാനാവസ്ഥയിലേക്ക് കടക്കുമ്പോൾ ആൽഫാ വേവുകളും പതിയെ തീറ്റാ വേവുകളും സജീവമാകുന്നു. ഈ തരംഗങ്ങളാണ് നമ്മെ ശാന്തവും വിശ്രാന്തരും ഉള്ളിൽ സന്തുലിതരുമാക്കുന്നത്. ഇതൊരു റേഡിയോ ചാനൽ മാറ്റുന്നതുപോലെ മനസ്സിലാക്കാം. നിങ്ങൾ ബഹളമുള്ള ഒരു ചാനലിലാണെങ്കിൽ ഒന്നും വ്യക്തമായി കേൾക്കില്ല. എന്നാൽ ചാനൽ മാറ്റുമ്പോൾ എല്ലാം വ്യക്തവും മനോഹരവുമായി കേൾക്കാൻ തുടങ്ങും. ധ്യാനവും ഇതുതന്നെയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ ഉള്ളിലെ ചാനലിനെ ബഹളത്തിൽ നിന്ന് ശാന്തിയിലേക്ക് തിരിച്ചുവിടുന്നു. മനഃശാസ്ത്രവും ആധുനിക ശാസ്ത്രവും പോലും ധ്യാനത്തിന്റെ ഫലപ്രാപ്തി അംഗീകരിക്കുമ്പോൾ അതിന്റെ സ്വാധീനം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എത്രത്തോളം ആഴത്തിലായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ. സമ്മർദ്ദവും ഉത്കണ്ഠയും വെറും മാനസികമായ ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, അത് നമ്മുടെ ശരീരത്തെയും രോഗിയാക്കുന്നു. ദീർഘകാലം സമ്മർദ്ദത്തിൽ ജീവിക്കുന്നവരുടെ ഹോർമോണുകൾക്ക് അസന്തുലിതാവസ്ഥ സംഭവിക്കുമെന്ന് ഗവേഷണങ്ങൾ തെളിയിക്കുന്നു. കോർട്ടിസോൾ എന്ന ഹോർമോൺ തുടർച്ചയായി വർദ്ധിക്കുകയും ഇത് രക്തസമ്മർദ്ദം, ഷുഗർ, ഹൃദ്രോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കൂട്ടുകയും ചെയ്യും. എന്നാൽ ധ്യാനം പരിശീലിക്കുമ്പോൾ ഈ കോർട്ടിസോളിന്റെ അളവ് പതിയെ കുറഞ്ഞു തുടങ്ങുന്നു. അതായത്, ധ്യാനം എന്നത് മനസ്സിന് സമാധാനം നൽകാൻ മാത്രമല്ല, ശരീരത്തിന്റെ മുഴുവൻ ആരോഗ്യത്തിനുമുള്ള ഒരു സ്വാഭാവിക ഔഷധമാണ്. ഗൗതമബുദ്ധന്റെ ഉപദേശം വ്യക്തമാണ്: ശാന്തി ഉള്ളിൽ നിന്ന് വരുന്നു, അതിനെ പുറത്ത് അന്വേഷിക്കരുത്. ഈ ആധുനിക മനഃശാസ്ത്രവും ഇതേ സത്യം ആവർത്തിക്കുന്നു. മഹാനായ മനഃശാസ്ത്രജ്ഞൻ കാൾ ജംഗ് ഈ സത്യത്തെ കൂടുതൽ ആഴത്തിൽ അവതരിപ്പിച്ചു. പുറത്തേക്ക് നോക്കുന്നവൻ സ്വപ്നം കാണുന്നു, ഉള്ളിലേക്ക് നോക്കുന്നവനോ അവൻ ഉണരുന്നു. അതായത്, യഥാർത്ഥ ശാന്തി കണ്ടെത്താൻ കഴിയുന്നത് ഒരു വ്യക്തി തന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ, മനസ്സിനെ തിരിച്ചറിയുമ്പോൾ, അതിനെ നിയന്ത്രിക്കുമ്പോൾ മാത്രമാണ്. ഈ വിഷയത്തിൽ പല മഹാന്മാരും തങ്ങളുടെ കാഴ്ചപ്പാടുകൾ പങ്കുവച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി പോലും പറഞ്ഞു, ശാന്തമായ മനസ്സാണ് ശക്തിയുടെ ഏറ്റവും വലിയ ഉറവിടം. ആൽബർട്ട് ഐൻസ്റ്റൈനെപ്പോലുള്ള ശാസ്ത്രജ്ഞർ പോലും ധ്യാനത്തിന്റെയും ഭാവനയുടെയും ശക്തിയെ അംഗീകരിച്ചിരുന്നു.
ലോകത്തിന്റെ സാങ്കേതികവിദ്യയെ മുഴുവൻ മാറ്റിമറിച്ച സ്റ്റീവ് ജോബ്സ് സെൻ മെഡിറ്റേഷനെ തന്റെ സർഗ്ഗാത്മകതയുടെ രഹസ്യമായി പറഞ്ഞിരുന്നു. ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് മനസ്സ് ശാന്തമായിരിക്കേണ്ടത് ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവർക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും അത്യാവശ്യമാണ് എന്നാണ്. അത് വിദ്യാർത്ഥിയാകട്ടെ, ബിസിനസ്സുകാരനാകട്ടെ, ഒരു സാധാരണ വീട്ടമ്മയാകട്ടെ. ദൈനംദിന ജീവിതത്തിൽ ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഓഫീസിൽ ബോസ് നിങ്ങളെ ശകാരിച്ചു എന്ന് കരുതുക. ഉടൻ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ദേഷ്യം, നാണക്കേട്, സമ്മർദ്ദം എന്നീ വികാരങ്ങൾ ഉയരും. നിങ്ങൾ ആഗ്രഹിച്ചാൽ ആ നിമിഷം നിങ്ങളുടെ മുഴുവൻ ദിവസത്തെയും നശിപ്പിക്കാം. എന്നാൽ നിങ്ങൾക്ക് ധ്യാനശീലമുണ്ടെങ്കിൽ നിങ്ങൾ ശ്വാസത്തിലേക്ക് തിരികെ വരും. ദേഷ്യത്തിന്റെ തിരമാലയെ തിരിച്ചറിയുകയും അതിനെ കടന്നുപോകാൻ അനുവദിക്കുകയും ചെയ്യും. ഈ രീതിയിൽ നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കും. ആ ഊർജ്ജം നിങ്ങൾക്ക് മറ്റേതെങ്കിലും കാര്യത്തിൽ ഉപയോഗിക്കാൻ കഴിയും. ഇതാണ് മനസ്സിലുള്ള നിയന്ത്രണത്തിന്റെ യഥാർത്ഥ ശക്തി. ആധുനിക ജീവിതത്തിൽ ഇത് കൂടുതൽ അത്യാവശ്യമായി മാറിയിരിക്കുന്നു. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തെ വിവരങ്ങളുടെ അതിപ്രളയം അഥവാ ഇൻഫോർമേഷൻ ഓവർലോഡ് എന്നാണ് വിളിക്കുന്നത്. രാവിലെ ഉണരുമ്പോൾ തന്നെ മൊബൈലിന്റെ ബഹളം, സോഷ്യൽ മീഡിയയിലെ താരതമ്യങ്ങൾ, മറ്റുള്ളവരുടെ ജീവിതശൈലി കണ്ട് നമ്മൾ സ്വയം ചെറുതായി തോന്നുന്നത്, ഇവയെല്ലാം മനസ്സിനെ കൂടുതൽ അസ്വസ്ഥമാക്കും. എന്നാൽ ധ്യാനവും മൈൻഡ്ഫുൾനെസ് പരിശീലനവും നമ്മെ ഈ ബഹളത്തിൽ നിന്ന് പുറത്തുകൊണ്ടുവരുന്നു. യഥാർത്ഥ ലോകം പുറത്തല്ല, അകത്താണ് എന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ഉള്ളിൽ ശാന്തിയുണ്ടെങ്കിൽ പുറത്ത് എത്ര വലിയ കൊടുങ്കാറ്റുണ്ടായാലും നമ്മൾ സ്ഥിരമായിരിക്കും. ഗൗതമ ബുദ്ധൻ ഒരിക്കൽ പറഞ്ഞു, 1000 യുദ്ധങ്ങൾ ജയിക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തം മനസ്സിനെ ജയിക്കുന്നതാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ പുറത്തുള്ള വിജയത്തിനു പിന്നാലെ ഓടുമ്പോൾ നമുക്ക് ഒരിക്കലും സംതൃപ്തി കിട്ടില്ല. എന്നാൽ ഉള്ളിലെ വിജയം നേടുമ്പോൾ, മനസ്സിനെ ശാന്തമാക്കുമ്പോൾ നമുക്ക് മറ്റൊന്നിന്റെയും ആവശ്യമില്ല. ഇവിടെയാണ് ബുദ്ധന്റെ ഉപദേശങ്ങളും ആധുനിക ശാസ്ത്രവും കൈകോർക്കുന്നത്. ഇതുവരെ നമ്മൾ കണ്ടത് മനഃശാസ്ത്രവും ശാസ്ത്രീയ ഗവേഷണങ്ങളും രണ്ടും ധ്യാനം, മൈൻഡ്ഫുൾനെസ് എന്നിവ സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് അംഗീകരിക്കുന്നു. ബ്രെയിൻ വേവുകൾക്ക് മാറ്റം വരുന്നു, മനുഷ്യന്റെ മുഴുവൻ ജീവിതവും സന്തുലിതമാകുന്നു. ഇത് കേവലം ഒരു മതപരമോ ആത്മീയമോ ആയ ആശയം മാത്രമല്ല, ഒരു ശാസ്ത്രീയ സത്യമാണ്. രാവിലെ കിഴക്കുനിന്ന് വീശുന്ന ഇളം തണുത്ത കാറ്റ്, ജനലിലൂടെ വരുന്ന വെളിച്ചം, നിങ്ങൾ നിങ്ങളുടെ ദിവസം തുടങ്ങാൻ പോവുകയാണ്. ദിവസം തുടങ്ങുന്നത് തന്നെ ഓട്ടവും മൊബൈലിന്റെ ശബ്ദവും കൊണ്ടാണെങ്കിൽ മുഴുവൻ ദിവസവും എങ്ങനെയായിരിക്കും? ഇതാണ് ബുദ്ധൻ എപ്പോഴും പറയാൻ കാരണം. ദിവസം തുടങ്ങേണ്ടത് ഉള്ളിലെ ശാന്തിയിൽ നിന്നാണ്. അപ്പോൾ പുറം ലോകം നിങ്ങളുടെ മുന്നിൽ എളുപ്പമായി മാറും. ധ്യാനം കേവലം ഒരു പരിശീലനമല്ല, മറിച്ച് ജീവിതം ജീവിക്കാനുള്ള ഒരു മാർഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇത് സ്വീകരിക്കുക എന്നാൽ രാവിലെ 5 മിനിറ്റ് ശ്വാസത്തിൽ ശ്രദ്ധിക്കുക, നടക്കുമ്പോൾ മൈൻഡ്ഫുൾനെസ്, ഭക്ഷണത്തിൽ കൃതജ്ഞത എന്നിവ കൊണ്ടുവരിക എന്നാണ്. ഈ ചെറിയ പരിശീലനങ്ങളാണ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, മനസ്സിനെ ശാന്തമാക്കുക എന്നത് ഒരു മാജിക്കല്ല, മറിച്ച് പരിശീലനമാണ് എന്ന് നമ്മളിന്ന് മനസ്സിലാക്കി. ബുദ്ധന്റെ ഉപദേശങ്ങൾ മുതൽ ആധുനിക മനഃശാസ്ത്രം വരെ എല്ലായിടത്തും ഇതിനെക്കുറിച്ച് പറയുന്നു. ശ്വാസത്തിലുള്ള ശ്രദ്ധ, കരുണ, ത്യാഗം, വർത്തമാനത്തിൽ ജീവിക്കാനുള്ള കഴിവ്, ഇവയെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യഥാർത്ഥ ശക്തി പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ് മറഞ്ഞിരിക്കുന്നത് എന്നാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ എല്ലാ ദിവസവും 5 മിനിറ്റ് നിങ്ങളുടെ മനസ്സിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വരും വർഷങ്ങളിൽ നിങ്ങൾ എത്ര ദൂരം മുന്നോട്ടു പോകും? ഇന്ന് നിങ്ങൾക്ക് ഭാരമായി തോന്നുന്നത് ഒരു ദിവസം നിങ്ങളുടെ ശക്തിയായി മാറും. ലോകം നിങ്ങളെ പിടിച്ചുലയ്ക്കാൻ ശ്രമിക്കുമ്പോൾ പോലും നിങ്ങളുടെ മനസ്സ് ഒരു പാറ പോലെ സ്ഥിരമായി നിലനിൽക്കും. ഗൗതമ ബുദ്ധന്റെ ആ ഒരൊറ്റ വാക്യം ഓർക്കുക, ശാന്തി ഉള്ളിൽ നിന്ന് വരുന്നു, അതിനെ പുറത്തന്വേഷിക്കരുത്. ഈ അതിമഹത്തായ സത്യം നിങ്ങൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറിമറിയും എന്ന് ഉറച്ചു വിശ്വസിക്കാം. ഈ വീഡിയോ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചെങ്കിൽ, ഈ കാര്യങ്ങൾ വെറും അറിവല്ല, ജീവിതം ജീവിക്കാനുള്ള വഴിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ഇവിടെ അവസാനിപ്പിക്കരുത്. ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുക, നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അവസാനമായി, ഇഗ്നൈറ്റിംഗ് പവർ എന്ന ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. കാരണം ഇവിടെ നിങ്ങൾക്ക് വെറും വിവരങ്ങളല്ല ലഭിക്കുന്നത്, ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള പുതിയൊരു കാഴ്ചപ്പാടാണ്. ഇഗ്നൈറ്റിംഗ് പവറിലെ ഓരോ വീഡിയോയും നിങ്ങളെ സ്വയം കണ്ടെത്താനും ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ശക്തിയെ ഉണർത്താനും സഹായിക്കുന്ന അറിവാണ്. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓർക്കുക, മനസ്സ് ശാന്തമാകുമ്പോൾ ജീവിതം തീർച്ചയായും എളുപ്പമാകും. ഈ വീഡിയോ നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. കാരണം നിങ്ങൾ ചെയ്യുന്ന ഒരു ഷെയർ ഒരുപക്ഷെ മറ്റൊരാളുടെ ജീവിതത്തിന് വഴിത്തിരിവായേക്കാം.